നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഒരു ദുരൂഹ സ്ഫോടനം. മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയതും ശക്തമായതും ദുരൂഹമായതുമായ സ്ഫോടനങ്ങളിൽ ഒന്നാണ് തുങ്സുംഗ സംഭവം അഥവാ തുങ്സുംഗ ഇവന്റ്. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയയിലുള്ള തുങ്സുംഗ നദിക്ക് സമീപമാണ് ഈ സംഭവം നടന്നത്. ഒരു നഗരത്തെ മുഴുവൻ തകർത്തെറിയുവാൻ ശേഷിയുള്ള ഒരു സ്ഫോടനമായിരുന്നിട്ടും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവന്നു. 1908 ജൂൺ 30 അന്ന് രാവിലെ ഏകദേശം 7:17 സൈബീരിയയിലെ വനമേഖലയിൽ ഒരു വമ്പിച്ച സ്ഫോടനം നടന്നു. ആകാശത്ത് സൂര്യനെ വെല്ലുന്ന പ്രകാശത്തോടു കൂടിയുള്ള ഒരു തീഗോളം പ്രത്യക്ഷപ്പെടുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ ഏകദേശം 1000 മടങ്ങ് ശക്തിയായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. ഏകദേശം 12 മെഗാ ടൺ TNT. സ്ഫോടനത്തിന്റെ ഫലമായി ഏകദേശം 2150 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം നശിച്ചു. ഏതാണ്ട് 8 കോടി മരങ്ങളാണ് നിമിഷ നേരം കൊണ്ട് കടപുഴകി വീണത്. സ്ഫോടനത്തിന്റെ ശബ്ദം 1000 കിലോമീറ്റർ അകലെ വരെ കേൾക്കാമായിരുന്നു എന്നും പറയപ്പെടുന്നു. ഭൂചലന മാപിനികളിൽ പോലും ഈ പ്രകമ്പനം രേഖപ്പെടുത്തി. ഇത്രയും വലിയ ദുരന്തമായിട്ടും ജനവാസം കുറഞ്ഞ മേഖലയായിരുന്നതിനാൽ മനുഷ്യർക്ക് നേരിട്ട് ജീവഹാനി സംഭവിച്ചതായി ഔദ്യോഗിക രേഖകളിൽ പറയുന്നില്ല. എന്നാൽ നിരവധി മൃഗങ്ങളാണ് ഈ സംഭവത്തെ തുടർന്ന് ചത്തൊടുങ്ങുകയും ചെയ്തത്. ആദിവാസി വിഭാഗങ്ങളുടെ കൂടാരങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രീയമായ ഒരു അന്വേഷണം അവിടെ നടക്കുന്നത്. 1927 റഷ്യൻ മിനറലോളജിസ്റ്റായ ലിയോനോഡ് കുലിക്കാണ് ആദ്യമായി ആ പ്രദേശം സന്ദർശിച്ചത്. ഒരു ഉൽക്ക പതിച്ചാണ് സ്ഫോടനം നടന്നതെങ്കിൽ അവിടെ വലിയൊരു ഗർത്തം ഉണ്ടാകുമെന്നും അദ്ദേഹം കരുതി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. സ്ഫോടന സ്ഥലത്ത് ഉൽക്ക വീണതിൻ്റെ ഗർത്തമോ ഉൽക്കയുടെ അവശിഷ്ടങ്ങളോ കണ്ടെത്തുവാനായില്ല. സ്ഫോടനത്തിന്റെ കേന്ദ്ര ബിന്ദുവിന് താഴെയുള്ള മരങ്ങൾ മുകളിലെ ശാഖകൾ നഷ്ടപ്പെട്ട് കുത്തനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനു ചുറ്റുമുള്ള കിലോമീറ്ററുകളോളം ഉള്ള മരങ്ങൾ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ വീണുകിടക്കുകയായിരുന്നു. ഒരു ചിത്രശലഭത്തിന്റെ ആകൃതിയിലാണ് ഈ നാശനഷ്ടം കാണപ്പെട്ടത്. ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനങ്ങൾക്കനുസരിച്ച് ഇതൊരു എയർബസ്റ്റ് ആയിരുന്നു. അതായത് ബഹിരാകാശത്ത് നിന്നും വന്ന ഒരു വലിയ പാറയോ അല്ലെങ്കിൽ മഞ്ഞുകട്ടയോ ഭൂമിയിൽ ഇടിക്കുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിൽ വെച്ചു തന്നെ അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം അതിശക്തമായിട്ടുള്ള ചൂടുണ്ടാവുകയും മർദ്ദം താങ്ങാനാവാതെ ഭൂമിയിൽ നിന്നും ഏകദേശം 5 മുതൽ 10 കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഭൂമിയിൽ ഇടിക്കാതിരുന്നത് കൊണ്ടാണ് ഗർത്തങ്ങൾ രൂപപ്പെടാതിരുന്നത്. എന്നാൽ സ്ഫോടനത്തിൽ നിന്നുള്ള വായു തരംഗങ്ങൾ താഴേക്ക് പതിച്ചതുകൊണ്ടാണ് മരങ്ങൾ തകർന്നു പോയത്. ഈ സ്ഫോടനം ഒരു വലിയ നഗരത്തിന് മുകളിലായിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലുള്ളൊരു നഗരത്തിന് മുകളിലായിരുന്നു നടന്നത് എങ്കിൽ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി ജൂൺ 30 അന്താരാഷ്ട്ര ആസ്ട്രോയിഡ് ദിനമായി ആചരിക്കപ്പെടുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.